നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് പ്രിയദർശിനി ടീ മ്യൂസിയത്തിലേക്കാണ്. ഇതിനു മുമ്പ് ഞങ്ങൾ പ്രിയദർശിനിന്റെ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടിട്ട് വരാം. ഇത് ഞങ്ങൾ രണ്ടാമത്തെ വീഡിയോ ആണ് പ്രിയദർശിനിനെ ചെയ്യുന്നത്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ പ്രിയദർശിനി അണ്ടർടേക്കൻ ബൈ ഗവൺമെന്റ് ആണ്. പിന്നെ ഇതിന്റെ ചെയർമാൻ വയനാട് കളക്ടറാണ്. പിന്നെ മാനേജിംഗ് ഡയറക്ടർ വയനാട് ജില്ലാ സബ് കളക്ടറാണ്. പിന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് പ്രിയദർശിനി കോർഡിനേറ്റേഴ്സിന്റെ സീനിയേഴ്സ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആണ്. അങ്ങനെ നമ്മൾ പ്രിയദർശിനി ടീ ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു ട്രാക്ടറിൽ ചപ്പെല്ലാം കയറ്റി വന്നിട്ടുണ്ട്. ഈ ചപ്പ് ഇനി ഇവർ പ്രോസസ്സ് ചെയ്ത് പല പ്രോസസ്സിങ്ങിലൂടെയാണ് ഇനി അതൊരു തേയിലപ്പൊടിയാക്കി മാറ്റുന്നത്. അങ്ങനെ നമ്മളെ ട്രാക്ടറിൽ വന്ന ചപ്പൊക്കെ ഇവിടെ നിന്ന് ഇതേപോലെ ഇങ്ങനെ പുറത്തേക്കെടുത്ത് ഇതിലൊക്കെ വെള്ളമൊക്കെ ഉണ്ടാവും. ആ വെള്ളത്തോടു കൂടി തന്നെ ഇവർ ഇങ്ങനെ ഇടും ഈ ചപ്പൊക്കെ. എച്ചു അതിപ്പോൾ കുടിക്കാനായിട്ടില്ല, അതിൻ്റെ കുറേ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എച്ചു ഇപ്പം തന്നെ ചായ കുടിക്കാന്നുള്ള രീതിയിലാണ് ആ തേയിലയൊക്കെ എടുത്ത് കളിക്കുന്നത്. ഇതൊരു ടീ മ്യൂസിയമാണ്. അതുകൊണ്ട് തന്നെ തേയിലയെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ ചുരുകളിലും മറ്റും എഴുതിയിട്ടുണ്ട്. ഫാക്ടറിയിൽ മെഷീൻസ് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇവിടുത്തെ ഫാക്ടറിയുടെ നോയ്സ് ഉണ്ട്. ഈ വീഡിയോയിൽ പരമാവധി നന്നായിട്ട് തന്നെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, എങ്കിലും വോയിസ് ഉണ്ട്. ഇത് നമ്മൾ അനിലേട്ടനാണ്. അനിലേട്ടൻ ഇനി തേയിലേൻ്റെ പ്രോസസ്സിനെ കുറിച്ച് ഫസ്റ്റ് നമ്മൾ കണ്ടതിനെ കുറിച്ച് പറയും. തേയില ഫീൽഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഈ വിതറിങ് ഡ്രസ്സിലിട്ടിട്ട് നമ്മൾ വിതർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇലയിൽ സർഫേസ് മോയ്സ്ചർ കളഞ്ഞ് 12 മണിക്കൂർ വിതറായി കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ മാനുഫാക്ചറിങ്ങിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സിറ്റീസിലേക്ക് കട്ടിങ്ങിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ഇത് നമ്മളെ വിതറിങ്ങിൻ്റെ പ്രോസസ്സ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ്. എന്താണ് വിതറിങ് എന്നുള്ളതിനെ കുറിച്ച്. ഇത് നമ്മളെ വിതറിങ് ആയ ലീഫ് കൺവെയർ ബെൽറ്റിലൂടെ ഇതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. മേലെന്ന് വരുന്ന തേയില റോട്ടോർ വെയിൻ എന്ന് പറഞ്ഞ മെഷീനിലൂടെ ഇതേപോലെ ഇങ്ങനെ അരച്ചിട്ട് CTC മെഷീനിലേക്ക് കയറും. ഇതാണ് നമ്മളെ CTC റോളർ. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഭാഗത്ത് കൂടിയാണ് ഇതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. CTC മെഷീനിലൂടെ വന്ന് തേയിലപ്പൊടി ഇതേപോലെ ഇങ്ങനെ കയറിയിട്ട് ഫെർമെൻറ്റേഷൻ ഡ്രമ്മിലേക്കാണ് കയറുക. ഈ ഫെർമെൻറ്റേഷൻ ഡ്രമ്മിൽ ഏകദേശം ഒരു 1 മണിക്കൂറോളൊക്കെ ഈ തേയില വയ്ക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഇതാണ് ഫെർമെൻറ്റേഷൻ ഡ്രമ്മിൻ്റെ ഉൾഭാഗം. ഇതിങ്ങനെ ഫെർമെൻറ്റേഷൻ ഡ്രമ്മിലൂടെ ഇങ്ങനെ വരും. ഫെർമെൻറ്റേഷൻ കഴിഞ്ഞ തേയിലപ്പൊടി ഇതേപോലെ ഫെർമെൻറ്റിങ് കൺവെയറിലൂടെ ഇങ്ങനെ കയറിയിട്ട് മേലോട്ടേക്ക് പോകും അടുത്ത പ്രോസസ്സിനായി. നമ്മുടെ അടുത്ത പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്ലൂയിഡ് ബെഡ് ഡ്രയറിലാണ്. ഇതാണ് ഏറ്റവും വലിയ മെഷീൻ. ഇതിൻ്റെ പ്രോസസ്സ് 2 ഘട്ടങ്ങളായിട്ടാണ് വരുന്നത്. ഫ്ലൂയിഡ് ബെഡ് ഡ്രയറിൻ്റെ പിൻവശത്ത് ഇതേപോലെ വിറകുകൾ കൂട്ടിയിട്ട് ഇങ്ങനെ കത്തിക്കും. ഇത് കത്തിച്ച് ചൂടാകുമ്പം ഇതിൻ്റെ ഇരുവശത്തുമുള്ളത് 2 ട്യൂബുകളാണ്. ഈ ഇരുവശത്തുമുള്ള ട്യൂബുകൾ ഈ ഹീറ്റ് അബ്സോർവ് ചെയ്തിട്ട് ഇതൊരു എയർ പമ്പായിട്ട് ഡ്രയർ ഹീറ്ററിലേക്ക് പമ്പ് ചെയ്യും. ഫെർമെൻറ്റേഷൻ കഴിഞ്ഞ പൊടി ഇതേപോലെ ഇങ്ങനെ ഡ്രയറിലേക്ക് വന്ന് വീഴും. ഇവിടെ വെച്ചാണ് അടുത്ത പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മളെ ഫ്ലൂയിഡ് ബെഡ് ഡ്രയർ. ഈ ഡ്രയറിലേക്കാണ് ഈ ഫെർമെൻറ്റേഷൻ കഴിഞ്ഞ പൊടി വീഴുന്നത്. ഇവിടെ വീണ് കഴിയുമ്പോൾ ഈ സൈഡിലായിട്ട് ഹോട്ട് എയർ പമ്പ് ചെയ്യും. ഈ ഹോട്ട് എയർ പമ്പ് ചെയ്ത് ഒരു 16 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് ഈ തേയിലപ്പൊടി വീഴും. ഈ 16 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ഡ്രയറിലൂടെ വരുന്ന പൊടി ബൾക്കായിട്ടാണ് വീഴുന്നത്. ഈ ബൾക്കായിട്ട് വീഴുന്ന പൊടി അടുത്ത പ്രോസസ്സിനായി ഗ്രേഡിങ്ങിനായിട്ട് ഇനി പോകും. ഡ്രയറിലൂടെ കയറി വന്ന ടീ ഫൈബ്രോമാറ്റ് എന്ന് പറഞ്ഞൊരു മെഷീനിലാണ് വീഴുന്നത്.
ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിലെ ഫൈബറൊക്കെ തരംതിരിച്ച് വേറെ തന്നെ മാറും. അതിനുശേഷം ഇതിൻ്റെ ഒരു വശത്ത് കൂടി ഡസ്റ്റ് ഗ്രേഡ് വേറെ തന്നെ പോവും. ഇതിൻ്റെ വേറൊരു വശത്ത് കൂടി ലീഫ് ഡസ്റ്റ് വേറെ തന്നെ പോകും. ഇതാണ് നമ്മളെ ലീഫ് ഗ്രേഡ് സിഫ്റ്റർ. വലിപ്പത്തിനനുസരിച്ചിട്ട് ഇവിടെ ഗ്രേഡ് തിരിക്കും. ഇതാണ് നമ്മളെ ഡസ്റ്റ് സിഫ്റ്റർ. ഇവിടെ ഈ വരുന്ന ഡസ്റ്റിനെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഗ്രേഡ് തിരിക്കും. ഇത്രയും സങ്കീർണമായ പ്രക്രിയയ്ക്ക് ശേഷമാണ് സാധാരണ തേയിലത്തോട്ടത്തിൽ നിന്ന് നുള്ളിയെടുക്കുന്ന തേയില ചായപ്പൊടിയായി മാറുന്നത്. ഇവിടെ നമുക്കൊരു ടീ ടെസ്റ്റിങ്ങിനുള്ള ഒരു അവസരം കൂടി ഇവർ ഒരുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ടീ ടെസ്റ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ത്രാസ്. ഇതിൽ പണ്ടത്തെ 25 പൈസയായിരുന്നു ഇതിന് അളവായിട്ട് വെച്ചിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറി 2.5 ഗ്രാമാണ് ഇവരെടുക്കാറ്. അങ്ങനെ ടീ ടെസ്റ്റിങ്ങിനായിട്ടുള്ള വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. തേയിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവർ. ഈ ടീ ടെസ്റ്റിംഗ് എന്നത് ഇവിടുത്തെ മാനുഫാക്ചറിങ് ടീയിൽ നല്ലതാണോ, ഗുണനിലവാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ശരിക്കും ഈ ടീ ടെസ്റ്റിംഗ് എന്നത്. ഇവർ പറയുന്നത് ഇത് മണത്ത് നോക്കിയാൽ തന്നെ ഏകദേശം നമുക്ക് അറിയാൻ പറ്റുമെന്നാണ്. ഇതാണ് നമ്മുടെ ടീ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവർ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇതിലാണ് നമ്മൾ ടീൻ്റെ ടേസ്റ്റ് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. നമ്മൾ മാനുഫാക്ചറിങ് കറക്റ്റാണോ അല്ലേ എന്നുള്ളതും അണ്ടർ ഫയർ ആണോ ഹൈ ഫയർ ആണോ ഇവിടെ ഇരിക്കുന്ന ഒരു വ്യത്യാസമുണ്ടോ എന്നുള്ളതൊക്കെ ഈ ടീ ടേസ്റ്റിങ്ങിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുക. എന്നിട്ടാണ് നമ്മൾ മാനുഫാക്ചറിങ് ക്ലാരിഫൈ ചെയ്യുന്നത്. നമ്മളെ എച്ച് ആണ് ടീ ടെസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചെപ്പ് നമ്മളെ ടീ ടെസ്റ്റിങ്ങിനായിട്ട് ചായയൊക്കെ മേടിച്ച്, പക്ഷെ ഇതിൽ മധുരമില്ല എന്നുള്ള കാര്യം ചെപ്പ് അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ പ്രിയദർശിനി ടീ മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ടല്ലോ. നമ്മൾ ഊട്ടിയിലൊക്കെ പോയാൽ മണിക്കൂറോളം ക്യൂ ഒക്കെ നിന്നിട്ടാണ് നമ്മൾ ഫാക്ടറിയിലെ കാഴ്ചകളൊക്കെ കാണുന്നത്. ഇവിടെ വന്നാൽ നമുക്ക് പ്രത്യേകം ഗൈഡൊക്കെ ഉണ്ടാവും. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. നമുക്ക് അനിലേട്ടനാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ ഇവിടുത്തെ ഗൈഡ് തന്നെ നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നതാവും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.